രണ്ടാം വിവാഹം എതിർത്തതിൽ പക. മകനെ വെടിവെച്ചു കൊന്ന ശേഷം മുൻ സൈനികൻ ജീവനൊടുക്കി. പഞ്ചാബിലെ ലുധിയാനയിലാണ് സംഭവം. ലുധിയാനയിലെ ന്യൂ അഗർ നഗറിൽ ഞായറാഴ്ച രാത്രി വൈകിയാണ് ഈ കൊലപാതകവും പിന്നാലെയുള്ള ആത്മഹത്യയും നടക്കുന്നത്. സൈന്യത്തിൽ ഹവിൽദാറായി വിരമിച്ച സുരീന്ദർ സിംഗ് 66 വയസ്സാണ്. അദ്ദേഹമാണ് പ്രതി. മകൻ ഗുരുശരൺ സിംഗ് 38 വയസ്സ്. ഈ മകൻ ഗുരുശരണിനെയാണ് ഈ സുരീന്ദർ വെടിവെച്ചു കൊന്നത്. ഇതിന് കാരണം എന്താണ്? മകനെ വെടിവെച്ചു കൊന്ന ശേഷം ഇയാൾ ജീവനൊടുക്കി. ഈ സുരീന്ദറിന്റെ ഭാര്യ 5 വർഷം മുമ്പ് മരിച്ചു. ഇതിനുശേഷം മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇയാൾക്ക്. മാത്രമല്ല, ഒരു യുവതിയുമായി അയാൾ അടുപ്പത്തിലായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കാര്യം അയാൾ മകനെ അറിയിച്ചു. എന്നാൽ മകൻ ഗുരുശരൺ ഇതിനെ എപ്പോഴും എതിർത്തു ശക്തമായി. കഴിഞ്ഞ 3 വർഷത്തോളമായി ഈ വിഷയത്തെ ചൊല്ലി ഈ അച്ഛനും ഈ മകനും തമ്മിൽ വീട്ടിൽ പതിവായി വഴക്കുണ്ടാക്കാറുണ്ട് എന്നാണ് അയൽവാസികൾ പറയുന്നത്. ਇਹਦੇ ਬਾਰੇ ਸਾਨੂੰ ਜਾਣਕਾਰੀ ਇਹ ਸਵੇਰੇ ਹੀ ਮਿਲੀ ਆ ਸਾਨੂੰ ਤਾਂ ਜੀ, ਕਿਉਂਕਿ ਰਾਤ ਦਾ ਕੰਮ ਹੋਇਆ, ਸਾਨੂੰ ਸਵੇਰੇ ਪਤਾ ਲੱਗਿਆ ਵੀ ਐਂ ਕਰਕੇ ਮੁੰਡੇ ਨੇ ਬੇਟੇ ਦੇ ਗੋਲੀ ਮਾਰਤੀ ਬੰਦੇ ਨੇ। ਉਸ ਤੋਂ ਬਾਅਦ ਇਹਨਾਂ ਨੇ ਆਪ ਵੀ ਜਿਹੜੇ ਆ ਫਿਰ ਕੁਝ ਚੀਜ਼ ਖਾ ਲਈ ਆਪਣੀ। ਦੋਨੇ ਪੂਰੇ ਹੋ ਗਏ ਜੀ? ਦੋਨੇ ਪੂਰੇ। ਕਿੰਨੀ ਕੁ ਉਮਰ ਸੀ? ਪਤਾ ਲੱਗਿਆ ਕੋਈ ਗੱਲਬਾਤ? ਉਮਰ ਸੀਗੀ 70 ਸਾਲ ਦੀ ਸੁਰਿੰਦਰ ਸਿੰਘ ਦੀ ਸੀ ਜੀ। 40 ਸਾਲ ਦਾ ਮੁੰਡਾ ਵਿਆਹ ਸੀ ਜੀ? ਨਹੀਂ ਮੁੰਡਾ ਵਿਆਹ। ਘਰੇ ਹੋਰ ਪਰਿਵਾਰ ਚ ਬਸ 2 ਹੀ ਮੈਂਬਰ ਸੀ। ਭੈਣਾਂ ਬਾਹਰ ਆ। ਬੱਚੇ ਬੇਟੀਆਂ ਬਾਹਰ? 2 ਬੇਟੀਆਂ ਬਾਹਰ। ਅੱਛਾ, ਹੁਣ ਕਾਰਨਾਂ ਦਾ ਕੁਝ ਪਤਾ ਚੱਲਿਆ? ਨਹੀਂ, ਕਾਰਨ ਸਾਨੂੰ ਕੁਝ ਨਹੀਂ ਪਤਾ ਚੱਲਿਆ, ਕਿਉਂਕਿ ਅਸੀਂ ਪਿੰਡ 'ਚ ਰਹਿੰਦੇ ਆ। ਇਹ ਇੱਥੇ ਦੋਨੇ ਬਾਪ ਬੇਟਾ। ਘਰ ਵਾਲੀ ਦੀ ਡੈਥ ਹੋਈ ਕਿੰਨਾ ਟਾਈਮ ਹੋ ਉਹਨੂੰ ਇਹਨਾਂ ਨੂੰ ਪਤਾ, ਉਹਦੀ ਭੈਣ ਬੈਠੀ ਆ ਨਾ, ਉਹਨਾਂ ਨੂੰ ਪਤਾ। ਹਾਂਜੀ। ਅੱਛਾ, ਮੁੰਡੇ ਦੀ ਕਿੰਨੀ ਉਮਰ? ਮੁੰਡੇ ਦੀ 39 ਸਾਲ ਦੀ। ਵਿਆਹ ਹੋਏ ਸੀ ਕਿ ਮੁੰਡਾ? ਨਹੀਂ, ਵਿਆਹ ਨਹੀਂ ਸੀ। ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു യുവതിയുമായി സുരീന്ദർ സിംഗ് അടുപ്പത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. അവരെ വിവാഹം കഴിക്കാനാണ് ഇയാൾ ആഗ്രഹിച്ചത്. പക്ഷേ ഈ മകൻ ഗുരുശരൺ, അയാൾ അവിവാഹിതനാണ്. ഈ തീരുമാനത്തെ അയാൾ ശക്തമായി എതിർക്കുകയും ചെയ്തു. അങ്ങനെയാണ് അച്ഛനും മകനും തമ്മിൽ ഈ കലഹം പതിവായിരുന്നത്. ഞായറാഴ്ച രാത്രി അങ്ങനെ ഇരുവരും തമ്മിൽ ഈ തർക്കമുണ്ടായി. ഈ വാക്ക് തർക്കത്തിനിടയിൽ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ലൈസൻസ് ഉള്ള ഡബിൾ ബാരൽ തോക്കെടുത്ത സുരീന്ദർ മകൻ ഗുരുശരന് നേരെ ചൂണ്ടി. ആദ്യ തവണ വെടിപൊട്ടാത്തതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കാനായി ഈ ഗുരുശരൺ തെരുവിലേക്ക് പുറത്തേക്ക് ഓടിയിറങ്ങി. പക്ഷേ വിടാതെ പിന്തുടർന്നു മുൻ ഹവീൽദാർ സുരീന്ദർ സിംഗ്. നടു റോഡിലിട്ട് മകനെ അയാൾ വെടിവെച്ച് വീഴ്ത്തി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗുരുശരൺ മരിക്കുകയും ചെയ്തു. ਪਿੰਡ ਰਹਿੰਦੇ ਸਾਨੂੰ ਕੋਈ ਪਤਾ ਤੁਹਾਡੇ ਕੀ ਲੱਗਦੇ ਕੀ ਸੀ? ਲੱਗਦਾ ਕੋਈ ਨਹੀਂ, ਸਾਡੇ ਸਾਡੇ ਜੋ ਸੀ ਸਰੀਕੇ ਸੀ। ਅਸੀਂ ਗੁਆਂਢੀ ਆ। ਨਾਮ ਕੀ ਸੀ ਇਹਨਾਂ ਦਾ? ਸੁਰਿੰਦਰ ਸਿੰਘ। ਤੀਜੇ ਨੂੰ ਬੇਟੇ ਦਾ ਨਾਮ ਕੀ ਸੀ? ਬੇਟੇ ਦਾ ਨਾਮ ਮੁੰਡੇ ਨੂੰ ਪਤਾ ਹੋ। ਆਹੋ, ਅੱਛਾ, ਉਮਰ ਕਿੰਨੀ ਸੀ ਇਹਨਾਂ ਦੀ? ਲਗਭਗ ਕਿੰਨੀ ਸੀ? ਲਗਭਗ ਤਾਂ ਨਹੀਂ ਉਹਨਾਂ ਨੂੰ ਪਤਾ, ਬੁੜੀਆਂ ਨੂੰ ਪਤਾ। ਇਹ ਸਾਬਕਾ ਫੌਜੀ ਨੇ? ਹਾਂ, ਸਭ ਆਹੋ ਬੇਟਾ ਨਾਲ ਹੀ ਰਹਿੰਦਾ ਸੀ? ਘਰ ਤੇ ਪਰਿਵਾਰ ਹੋਰ ਕੋਲ? ਦੋ ਹੀ ਮੈਂਬਰ। ਬਸ ਦੋਨੇ ਸੀਗੇ। ਹਾਂਜੀ। ਤੇ ਬਾਕੀ ਬੇਟੀਆਂ ਦੋਨੇ ਬਾਹਰ। ਬੇਟੀਆਂ ਬਾਹਰ। ਹਾਂਜੀ। ਤੇ ਤੁਹਾਨੂੰ ਕਦੋਂ ਪਤਾ ਚੱਲਿਆ? ਸਾਨੂੰ ਤਾਂ ਮਾਝ ਸਵੇਰੇ ਸਾਨੂੰ ਤਾਂ ਪਤਾ ਲੱਗਿਆ ਜੀ। ਹਾਂਜੀ। ਤੇ ਹੁਣ ਕੀ ਲੱਗਦਾ ਵੀ ਹੁਣ ਘਰ 'ਚ ਕੋਈ ਵੀ ਨਹੀਂ ਮੈਂਬਰ ਘਰ ਦਾ? ਨਹੀਂ, ਹੁਣ ਤਾਂ ਕੋਈ ਨਹੀਂ। ਦੋ ਆ ਜੀ ਬਾਹਰੋਂ। ਉਹ ਬਾਹਰੋਂ ਆ ਰਹੀਆਂ ਨੇ। ਆਉਣਗੀਆਂ ਸੰਸਕਾਰ ਤੋਂ ਪਹਿਲਾਂ? ਕਹਿੰਦੇ ਆ, ਹੁਣ ਦੇਖੋ ਬੁੜੀਆਂ ਨੂੰ ਫੋਨ ਫਾਨ ਆਏ ਹੋਣੇ ਆ। ਜਿਹੜੀ ਇੰਗਲੈਂਡ മകനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സുരീന്ദർ സിംഗ് വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയ ശേഷം വിഷം കഴിച്ചു. വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകൻ ഗുരുശരണിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു ഈ സുരീന്ദർ. രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും നേരത്തെ തന്നെ മകന്റെ മരണം സംഭവിച്ചിരുന്നു. സുരീന്ദറിനെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താണെങ്കിലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തോക്കും വിഷക്കുപ്പിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സുരീന്ദറിന്റെ 2 പെൺമക്കൾ ഇംഗ്ലണ്ടിലും കാനഡയിലുമായിട്ടാണ് ജീവിക്കുന്നത്. അവർ വരാനായി കാത്തിരിക്കുകയാണ് സംസ്കാരത്തിനായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.